സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവർ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. നമുക്ക് ആ വിഷയം തന്നെ ഇന്നത്തെ പഠനത്തിൽ ചിന്തിക്കാം. സഭാവിഭാഗങ്ങളിലെ ഭിന്നിപ്പുകൾ ഇന്നേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണല്ലോ. എല്ലാവരും അന്യോന്യം കുറ്റപ്പെടുത്തുകയല്ലാതെ ആരും സ്വന്തം കുറ്റം സമ്മതിക്കില്ല എന്നത് വിചിത്രമാണ്. പിന്നെ ഏറെ ആത്മീയം പറയുന്നവർ എല്ലാറ്റിൻ്റെയും കുറ്റം സാത്താൻ്റെ മേൽ ഇട്ടിട്ട് തടി തപ്പും. കൊരിന്ത് സഭയിലെ വലിയ ഭിന്നിപ്പ് പൗലോസ് കൈകാര്യം ചെയ്തത് നാം ഈ ദിവസങ്ങളിൽ പഠിക്കുകയാണല്ലോ. വിശുദ്ധ പൗലോസ് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുവാൻ ആരാലും കഴിയില്ല, കാരണം ക്രിസ്തു ആണല്ലോ തല. എന്നാൽ ക്രിസ്തുവുമായി, അതായത് തലയുമായി ബന്ധമില്ലാത്തവർ സഭയിൽ ഭിന്നിപ്പ് കൊണ്ടുവരുവാൻ സദാ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അവർ വിജയിക്കില്ല, എന്നാലും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞല്ലോ. ഇന്ന് 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 7 വാക്യങ്ങൾ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിക്കാം. സഭയിലെ ഭിന്നിപ്പ് എങ്ങനെ പരിഹരിക്കണമെന്ന് പൗലോസ് അവരെ ഉപദേശിക്കുന്നത് തന്നെ നമുക്ക് നോക്കാം. എടുത്താട്ടെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം. കൊരിന്തി സഭയിലെ ഭിന്നത വെളിപ്പെടുത്തുന്നത് എന്തെന്നാൽ അവർക്ക് സുവിശേഷത്തെക്കുറിച്ച് ശരിയായ ഒരു ധാരണ ഇല്ല എന്നത്രേ. ക്രിസ്തുവിൻ്റെ സുവിശേഷം വാസ്തവത്തിൽ എന്താണെന്ന് അവർക്കറിയില്ല പോലും. അക്കാലങ്ങളിൽ പ്രചാരത്തിലിരുന്ന തത്വശാസ്ത്രങ്ങളിൽ ഒന്നായിട്ട് മാത്രമേ കൊരിന്ത്യർ സുവിശേഷത്തെ കണ്ടിരുന്നുള്ളൂ. അവർ അതുകൊണ്ട് തന്നെ സുവിശേഷത്തെ തത്വശാസ്ത്രങ്ങളുമായി താരതമ്യപ്പെടുത്തി ഇതുവരെ ഉണ്ടായിരുന്നവയ്ക്ക് എതിരായി വന്ന ഒരു തത്വശാസ്ത്രമായി പരിഗണിച്ചു. പൗലോസ് ആ ചിന്തയെ തിരുത്തുവാൻ ശ്രമിച്ച് അവരോട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. സുവിശേഷം ഏതൊരു വിധത്തിലാണ് ജ്ഞാനമായിരിക്കുന്നതെന്ന് പൗലോസ് വിശദീകരിക്കുന്നത് നാം പഠിച്ചു കഴിഞ്ഞു. ചില ആളുകൾക്ക് അത് ജ്ഞാനമാകുന്നു, ആത്മീയരായവർക്കത് ജ്ഞാനമാണ്. അതെ, പക്വത വന്ന വിശ്വാസികൾക്കത് ജ്ഞാനമാണ്. വ്യത്യസ്തമായ ഒരു ആശയത്തിലാണ് അത് ജ്ഞാനമായിരിക്കുന്നത്. തുടർന്ന് പൗലോസ് മാനുഷിക നേതൃത്വത്തെക്കുറിച്ച് പറയുന്നു. നേതാക്കന്മാർ അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർ ദൈവത്തിൻ്റെ വേലക്കാരാകുന്നു എന്ന് പറയുന്നു. ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അവരവർ ചെയ്യുന്നു, അത്രമാത്രം. ആർക്കും അതിൽ കൂടുതൽ ഒന്നും പുകഴുവാനില്ല. പൗലോസ് കൃഷിയിൽ നിന്നും കെട്ടിടത്തിൽ നിന്നും ഓരോ ഉദാഹരണങ്ങൾ പറയുന്നു. കെട്ടിടത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തു ആകുന്നു. അതിൻ്റെ പണിക്കാർ ആരാകുന്നു എന്ന് ചിന്തിച്ചാൽ ആത്യന്തികമായി അത് ക്രിസ്തു ആകുന്നു. നാം ക്രിസ്തുവിനോട് ചേർന്ന് പണിയുന്നവരത്രേ. തുടർന്ന് കെട്ടിടത്തിൻ്റെ രൂപരേഖയും ആകൃതിയും പണിയുന്ന സാധനങ്ങളുമെല്ലാം പൗലോസ് പറയുന്നു. ദൈവം പദ്ധതിയിട്ട് പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ദേവാലയത്തെ നശിപ്പിക്കുവാൻ താൻ ആരെയും അനുവദിക്കില്ല എന്ന മുന്നറിയിപ്പും ഈ ഭാഗത്ത് ലഭിക്കുന്നു. ഒടുവിലായി പൗലോസ് പറഞ്ഞത് മാനുഷിക നേതാക്കന്മാർ ദൈവത്തോട് നേരിട്ട് കണക്ക് ബോധിപ്പിക്കേണ്ടവരാകുന്നു എന്നത്രേ. ഓരോരുത്തരെയും കാര്യവിചാരകന്മാർ ആക്കിയിരിക്കുകയാണ്. ഈ ഭിന്നതാ മനോഭാവം ഉണ്ടാകുന്നത് ശുശ്രൂഷയോടുള്ള തെറ്റായ മനോഭാവം കൊണ്ടത്രേ. ആ ശുശ്രൂഷകരിൽ ഒരാളായിരുന്നു പൗലോസും. അവനോട് അവർക്കുള്ള ആ മനോഭാവം എന്തെന്നും വാസ്തവത്തിൽ അത് എന്തായിരിക്കണമെന്നുമുള്ള അപേക്ഷയോട് പൗലോസ് ഈ ഭാഗം അവസാനിപ്പിക്കുന്നു. നാം ഇനിയും 5-ാം അധ്യായത്തിലേക്കാണ് വരുന്നത്. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇത് മുഴുവൻ ശിക്ഷണ നടപടികളെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ശിക്ഷണ നടപടി എന്ന് പറയുമ്പോൾ ശിക്ഷയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഭിന്നത എന്ന പ്രശ്നത്തിന് ശേഷം ദുർനടപ്പ് എന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. സഭയിൽ ഭിന്നത നിലനിന്നിരുന്നതിനാൽ സഭാംഗങ്ങളിൽ ഒരാളുടെ ജീവിത പിശകിനെതിരെ നടപടിയെടുക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ കാര്യം അവർ അത്ര ശ്രദ്ധിച്ചുമില്ല. മനസ്സിലായല്ലോ? ഭിന്നത എന്ന ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതിനേക്കാൾ ഭയാനകമായ പാപം ചെയ്ത വ്യക്തികളെ കൈകാര്യം ചെയ്യുവാൻ സഭയ്ക്ക് സാധിച്ചില്ല. ഇന്നത്തെ സ്ഥിതിയും ഇതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ലല്ലേ? 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചു കൊള്ളുന്നുപോൽ. അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. സഭയിൽ ഉയർന്നു വന്ന ഒരു പ്രശ്നം ഇതത്രേ. ഇതൊരു ഏഷണിയല്ലായിരുന്നു. അവരുടെ ഇടയിലെ ഒരു വെറും സംസാരമായിരുന്നില്ല. കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ സത്യമാണോ അല്ലയോ എന്ന സംശയത്തിൽ പറയുന്നു എന്ന് തോന്നാവുന്നതാണ്.
ഇങ്ങനൊരു വാസ്തവമായ റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു എന്നാണ് തർജ്ജിമ ചെയ്യേണ്ടത്. അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു സംസാരം മാത്രമായിരുന്നില്ല അത്. സകലർക്കും അറിവുള്ളതായ ഒരു കാര്യം തന്നെയായിരുന്നു അത്. ജാതികളുടെ ഇടയിൽ പോലും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ദുർനടപ്പായിരുന്നു ഇവരുടെ ഇടയിൽ നടന്നിരുന്നത്. തൻ്റെ അപ്പൻ്റെ ഭാര്യ അല്ലെങ്കിൽ തൻ്റെ രണ്ടാനമ്മയുമായി അഭിഹിതമായി ബന്ധപ്പെട്ടിരുന്ന ഒരു മനുഷ്യൻ്റെ നികൃഷ്ടമായ ആ സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എത്ര ഭയങ്കരമല്ലേ! ജാതികളെ ക്രിസ്തുവിങ്കിലേക്ക് നടത്തേണ്ട കൊരിന്ത്യർ ജാതികൾ പോലും ചെയ്യാത്ത ദുഷ്കർമ്മങ്ങൾ ചെയ്യുക എന്ന് വന്നാലത്തെ സ്ഥിതി ചിന്തിക്കൂ. സഭയിൽ 2-ാം വാക്യം, എന്നിട്ട് നിങ്ങൾ ചീർത്തിരിക്കുന്നു, ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. അപ്പോസ്തലൻ വളരെ ശക്തമായ ഭാഷയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വളരെ നീചമായൊരു പാപത്തെയാണ് അവൻ കൈകാര്യം ചെയ്യുന്നത്. കൊരിന്തിലെ സഭാജനങ്ങൾ പാപവുമായി ചേർന്നു പോകുന്നു. പാപവുമായി അവർ അനുരഞ്ജനപ്പെട്ടിരിക്കുന്നു. നിഗളവും സ്വയം പര്യാപ്തതയുടെ ആത്മാവും അവരെ ഭരിച്ചിരിക്കുന്നു. ദുഃഖിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിന് ഇവിടുത്തെ ആശയം മരിച്ചവനെക്കുറിച്ച് കരയുന്നത് പോലെ ദുഃഖിക്കുക എന്നത്രേ. സഭയിൽ പാപം കാണുമ്പോൾ ഇന്ന് ജനങ്ങൾ അതിനെ ന്യായീകരിക്കുവാൻ ശ്രമിക്കാറില്ലേ? അവർ അതിനെ പുച്ഛിച്ച് ഒരു വിധത്തിൽ സംസാരിക്കാറില്ലേ? വാസ്തവത്തിൽ അവർ തങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചതുപോലുള്ള ദുഃഖത്തിൽ കരയേണ്ടതാണ്. ഇന്ന് അങ്ങനെയുള്ളവർ സഭയിലുള്ളത് മറ്റുള്ളവർക്ക് സംസാരിക്കുവാനൊരു വിഷയമായല്ലോ എന്ന വിധത്തിൽ പലർക്കും ആശ്വാസം പകരുന്നതാണ്. അവൻ തെറ്റ് ചെയ്തതുകൊണ്ട് എനിക്കും വല്ലപ്പോഴും ചെയ്യാമല്ലോ എന്ന ചിന്ത. ദൈവസന്നിധിയിൽ അവർ ഒരാത്മപരിശോധന നടത്തിയിരുന്നുവെങ്കിൽ ഈ കുറ്റക്കാരെ തീർച്ചയായിട്ടും സഭയിൽ നിന്നും മാറ്റാമായിരുന്നു. സഭയിലുള്ള നികൃഷ്ടമായ പാപങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന വസ്തുത നാം മനസ്സിലാക്കണം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ കർത്താവായ യേശു വിശദമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഞാൻ 18-ാം അധ്യായത്തിൻ്റെ 15, 16, 17 വാക്യങ്ങളൊന്ന് വായിക്കാം. ആ ഭാഗത്ത് കർത്താവ് ഇപ്രകാരമാകുന്നു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്നത്: നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. കേൾക്കാഞ്ഞാലോ 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പാകേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കുക. സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്നപോലെ ഇരിക്കട്ടെ. ഈ പറഞ്ഞ വിധത്തിൽ കൊരിന്തിയിലെ വിശ്വാസികൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ല. ദുഷ്ടതയുമായുള്ള ഒരു അനുരഞ്ജനമാണ് നാം ഇവിടെ കാണുന്നത്. ഈ അനുരഞ്ജനം എന്നുള്ള പദം ഏറ്റവും വലിയ അധാർമികമായ ഒന്നത്രേ എന്ന് ഒരു മഹാൻ പറഞ്ഞു. ആ പ്രസ്താവനയോട് യോജിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. ഒരു ദുഷ്ടത, ഈ ദുഷ്ടതയുമായി ചേർന്ന് പോകുവാൻ തയ്യാറായതിലൂടെ കൊരിന്തിലെ സഭ ദുഷ്ടതയുമായുള്ള അനുരഞ്ജന നയത്തിൽ എടുത്തിരുന്ന നിലപാട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ വിഷയത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ സംഭവം എല്ലാവർക്കും അറിവുള്ള പരസ്യമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു. ഇത് തെളിയിക്കേണ്ട പ്രത്യേക ആവശ്യം ഒന്നും തന്നെയില്ല. ഇത് ആരെങ്കിലും ഏഷണി പറഞ്ഞതോ ഒരു ദുരുപദേശമോ ഒന്നുമായിരുന്നില്ല. ഇതൊരു കിംവദന്തി മാത്രമായിരുന്നെങ്കിൽ ഇതുപോലൊന്ന് പൗലോസ് ഒരിക്കലും ഉയർത്തിക്കൊണ്ടുവരുമായിരുന്നില്ല. ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് അവൻ ചർച്ച ചെയ്യുക പോലുമില്ലായിരുന്നു. വേറൊരു കാര്യം നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പാപം സന്ദിഗ്ധമായ അല്ലെങ്കിൽ ശരിയോ തെറ്റോ എന്ന് സംശയിക്കുന്ന ഒന്നല്ല. ഇത് പ്രത്യക്ഷമായൊരു പാപം തന്നെയാകുന്നു. പുറമെയുള്ള ലോകം പോലും വാസ്തവത്തിൽ ഇതിനെ നികൃഷ്ടമായ പാപമെന്ന് മുദ്രയടിച്ചിട്ടുള്ള ഒന്നത്ര ഇത് നിഷിദ്ധ സംഗമമാകുന്നു. ചോദ്യം ചെയ്യപ്പെടാവുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളുടെ നേരെ വിപരീതമാണിത്. സന്ദിഗ്ധമായ പാപങ്ങൾ കൊണ്ടുവന്ന് പരസ്യമായി ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഒന്നല്ല. ഞാൻ ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്ന കാര്യം വ്യക്തമാക്കാവുന്ന ഒരു ഉദാഹരണം പറയട്ടെ. ഒരിക്കൽ ഒരു പള്ളിയിലെ ഉണർവ് യോഗത്തിൽ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു. വളരെ സന്തോഷത്തോടെ അയാൾ പള്ളിയിലെ കാര്യങ്ങളിൽ ഇടപെടുവാൻ തുടങ്ങി. ആളാകെ മാറി. 3 മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം അയാൾ പള്ളിയിലെ അച്ഛനെ കാണുവാൻ തനിയെ പോയി. അയാൾ ആകെ അസ്വസ്ഥനായിരുന്നു. അയാൾ പറഞ്ഞു, അച്ചോ, ഞാൻ ആകെ നിരാശിതനും തകർന്നവനുമാണ്. അച്ഛനറിയാമല്ലോ ഞാനൊരു കൊള്ളരുതാത്തവനായിരുന്നു എന്ന്. എനിക്കില്ലാത്ത ദുർസ്വഭാവങ്ങളൊന്നുമില്ലായിരുന്നു. മദ്യപാനം, പുകവലി, വ്യഭിചാരം, എല്ലാം. എന്നാൽ എൻ്റെ മാനസാന്തരത്തോടെ ഈ പറഞ്ഞതൊക്കെ ഞാൻ നിർത്തി. ഒരു കാര്യം മാത്രം, അത് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മാത്രമേ അറിയാവൂ. വല്ലപ്പോഴും ഞാൻ അല്പം പുകയില ചവയ്ക്കും. ഞാനതാരോടും പറഞ്ഞില്ല.
അതിൽ നിന്നുള്ള വിജയത്തിന് ഞാൻ കേണപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാകുന്നു. പക്ഷെ വിജയം അസാധ്യമെന്ന് ഞാൻ മനസ്സിലാക്കി. ഇന്ന് അച്ചോ, ഞാൻ എന്നെ വെറുക്കുന്നു. ഞാൻ വെറുക്കുന്നതിനെ വാസ്തവത്തിൽ ഞാൻ ചെയ്യുന്നു. ഇനിയും ഇത് മറച്ചു വെക്കുവാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ എന്നെ തന്നെയും ദൈവത്തെയും ലോകത്തെ മുഴുവനും കബളിപ്പിക്കുകയാണ്. ആയതിനാൽ അച്ഛനോട് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ ദിവസങ്ങളിൽ എടുത്ത തീരുമാനങ്ങളിൽ നിന്നും പിന്തിരിയുവാൻ പോകുകയാണ്. ഞാൻ എന്തു ചെയ്യണം? അച്ഛൻ അയാളോട് പല അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുത്തു. പ്രായോഗികമായ പല കാര്യങ്ങൾ അഭിപ്രായപ്പെട്ടു. അച്ഛൻ പറഞ്ഞു, ഇതൊരു സന്ദിഗ്ധമായ പാപമാകുന്നു. താങ്കൾ വെറുക്കുകയും ഉപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന പാപം അത്രേ. ഞാൻ താങ്കളെ കുറ്റം പറയുന്നില്ല. താങ്കളുടെ സാക്ഷ്യത്തിൻ്റെ കാര്യമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് 3 കാര്യങ്ങൾ ചെയ്യുക. ഒന്നാമത്, തുടർന്നും പ്രാർത്ഥിക്കുക. താങ്കളുടെ ഭാര്യയും അടുത്ത സ്നേഹിതനും പ്രാർത്ഥിക്കുവാൻ അവരോട് പറയുക. ഞാനും പ്രാർത്ഥിക്കുന്നതാണ്. താങ്കൾ ആഗ്രഹിക്കുന്നതിനാൽ ഈ വിഷയത്തിന്മേൽ ദൈവം താങ്കൾക്ക് വിജയം നൽകും എന്നത് തീർച്ചയാണ്. രണ്ടാമതായി, ഈ വിഷയത്തിൽ നിരാശപ്പെടരുത് എന്ന് കണ്ട് ഇതിനെ ന്യായീകരിക്കുകയോ ഇത് ചെയ്യുന്നതിൽ സന്തോഷിക്കുകയോ ചെയ്യരുത്. ഈ സ്വഭാവം തുടരുവാൻ സഹായിക്കുന്ന വചനങ്ങൾ കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുകയും അരുത്. ഈ പരിചയത്തോട് ഇപ്പോൾ ഉള്ള വെറുപ്പ് മനോഭാവം തുടരുക. മൂന്നാമതായി, നമ്മുടെ സഭയിലുള്ള പ്രിയപ്പെട്ട വിശുദ്ധന്മാരോട് ഇതിനെക്കുറിച്ചൊന്നും പറയരുത്. അങ്ങനെ പറഞ്ഞാൽ അവർ താങ്കളെ ജീവനോടെ തോലുരിക്കും. കാരണം ഈ പറഞ്ഞതിനെ ലോകത്തിലേക്കും വലിയ പാപമായി അവർ കാണുന്നു. ഇതിനേക്കാളും വലിയ തെറ്റുകൾ അവരിൽ ഉണ്ടെന്നിരിക്കും. 3 മാസത്തിന് ശേഷം അയാൾ വീണ്ടും അച്ഛനെ കാണുവാൻ വന്നു. ഇതിനിടെ കണ്ടു, പക്ഷേ ഇതേക്കുറിച്ച് സംസാരിച്ചില്ല. ദൂരെ നിന്നും അയാളുടെ മുഖം കണ്ടപ്പോഴേ അച്ഛന് മനസ്സിലായി അയാൾ വിജയിച്ചെന്ന്. അയാൾ അച്ഛനോട് പറഞ്ഞു, അച്ചോ, ഞാൻ അന്ന് വന്ന് സംസാരിച്ചപ്പോൾ മുതൽ എനിക്ക് ആ ദുഷ്പരിചയത്തിന്മേൽ വിജയം ദൈവം തന്നു. അന്ന് മുതൽ ഇന്നുവരെ ഞാനത് തൊട്ടിട്ട് പോലുമില്ല. ഈ പറഞ്ഞതുപോലുള്ള അനേകം സന്ദിഗ്ധമായ അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടാവുന്ന പാപങ്ങൾ നാം കാണുന്നുണ്ട്. അവ പാപമെന്ന് ദൈവവചനത്തിൽ പ്രത്യക്ഷമായി പറഞ്ഞിട്ടില്ല. അവയിൽ തന്നെ അധാർമികത ഒന്നും ഇല്ലതാനും. എന്നാൽ അത് സാക്ഷ്യത്തെ ബാധിക്കുകയും ആത്മിക വളർച്ചയെ പിൻപോട്ട് പിടിക്കുകയും ഒക്കെ ചെയ്തെന്ന് വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വിധത്തിലുള്ള പാപങ്ങൾ വ്യത്യസ്തമായി വേണം കൈകാര്യം ചെയ്യുവാൻ. അവയുടെ മേൽ ഒരു വിധി കൽപ്പിക്കുവാനായി അവയെ സഭയിൽ പരസ്യമായി കൊണ്ടുവരരുത്. അങ്ങനെയെങ്കിൽ സഭയിൽ അതിനെ സമയം കാണൂ. ആരാധനയ്ക്കും സുവിശേഷീകരണത്തിനും സമയം കാണില്ല. ചില സഭകളിൽ ഏറ്റവും അപ്രധാനങ്ങളായ കാര്യങ്ങളെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നത്. വസ്ത്രത്തിൻ്റെ നിറം, ആഭരണം, TV കാണൽ, ഭക്ഷണക്രമം, അങ്ങനെയുള്ള 2ാം തര വിഷയങ്ങൾ. എന്നാൽ ഇവിടെ കൊരിന്ത്യ സഭയിൽ അതല്ല പ്രശ്നമെന്ന് ഓർക്കണം. അവരുടെ ഇടയിലെ ഈ അധാർമിക പ്രവർത്തനം ദൈവകൽപ്പനയുടെ വ്യക്തമായ ലംഘനമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞത് സഭയുടെ അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെടുത്തി പരസ്യമായി കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇതൊരു നീചമായ പാപമാകുന്നു എന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഇത് സന്ദിഗ്ധമായ ഒരു പാപമൊന്നുമല്ല. വിജാതീയരെന്ന് ചിന്തിക്കുന്നവർ പോലും അംഗീകരിക്കാത്ത ഭയങ്കരമായ പാപം അത്ര ഇത്. ഇതിനെക്കുറിച്ച് സഭയിൽ മിണ്ടുക പോലും അരുത്. ഇതിൻ്റെ ശരിയും തെറ്റുമായ വശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും സാധിക്കില്ല. അതിൻ്റെ ആവശ്യമില്ല. ബൈബിളിൽ ഇന്നാരും അങ്ങനെ ചെയ്തിട്ട് ദൈവം അവരെ പിന്നെ അംഗീകരിച്ചല്ലോ എന്ന് പറഞ്ഞ് പാപത്തിൽ ജീവിക്കുവാൻ ശ്രമിക്കരുത്. ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാപം തന്നെയാണ്. അവർ അനുതപിച്ച് ദൈവത്തോട് നിരന്നതിനാൽ മാത്രമാണ് ദൈവം അവരെ പിന്നീട് അംഗീകരിച്ചത്. നമ്മുടെ ഈ തലമുറയോട് എനിക്ക് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്നത് ദൈവം മുൻപാകെ പാപമാകുന്നു. ലോകപ്രശസ്തരായ എത്ര പേർ അങ്ങനെ ജീവിക്കുന്നെന്നോ, എത്ര സിനിമയിൽ അത് ശരിയെന്ന് ചിത്രീകരിച്ചെന്നോ, പൊതുജന അഭിപ്രായം എന്തെന്നോ, അതിൻ്റെ പിൻപിലെ സിദ്ധാന്തം അല്ലെങ്കിൽ തത്വശാസ്ത്രം എന്തെന്നോ ഉള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ദൈവവചനം അതിനെ പാപമെന്ന് വിളിക്കുന്നു. അതല്ലാതെ വേറെ ഒരു വിധത്തിലും ഒരു വ്യക്തിക്ക് അതിനെ കാണുവാൻ സാധ്യമല്ല. ദൈവവചനത്തെ സംബന്ധിച്ചിടത്തോളം അത് സന്ദിഗ്ധമായൊരു പാപമൊന്നുമല്ല. വിവാഹത്തിനു മുൻപും വിവാഹബന്ധത്തിന് പുറത്തുമുള്ള എല്ലാ ലൈംഗിക ബന്ധങ്ങളും പാപമാണ്. അത് ദൈവശിക്ഷയ്ക്ക് കാരണമാക്കും. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455.
ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ഈ പാപത്തിൽ തുടരുവാൻ പിശാച് മനുഷ്യരോട് പറഞ്ഞു കൊടുക്കുന്ന ഉപാധികൾ വളരെയാണ്. ഇന്നാരൊക്കെ ഈ പറഞ്ഞ പാപത്തിൽ ജീവിച്ചിട്ടും അവർക്കെന്തോ അഭിവൃദ്ധിയാണ്. അപ്പോൾ പിന്നെ നമുക്കും ആകരുതോ? ദൈവാനുഗ്രഹം എന്നാൽ ഭൗതിക സമൃദ്ധി മാത്രമായി കാണുന്നവർക്ക് പറ്റുന്ന വലിയ അപകടങ്ങളിൽ ഒന്നാണിത്. ഏത് പാപത്തിൽ ജീവിച്ചാലും ലോകപ്രകാരം സമൃദ്ധിയാകുന്നു എങ്കിൽ ദൈവം പ്രസാദിച്ചിരിക്കുകയാണെന്നുള്ള ആ അന്ധവിശ്വാസം കൊരിന്ത്യരും അങ്ങനെ ആയിരിക്കും ചിന്തിച്ചത്, എനിക്കറിയില്ല. ഏതായാലും ഈ പറഞ്ഞ മനുഷ്യൻ പാപത്തിൽ ജീവിക്കുകയാകുന്നു എന്നുള്ള വസ്തുത സഭ സ്ഥാപിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. അല്ലെങ്കിൽ സഭ അതിന് തെളിവുകൾ കൊണ്ടുവരേണ്ടതായി ഒന്നുമില്ലായിരുന്നു. അവരുടെ തെറ്റ് അവർ ആ പാപത്തെ സഹിച്ചു അല്ലെങ്കിൽ അംഗീകരിച്ചു എന്നുള്ളതായിരുന്നു. അതിനെതിരെ ഒന്നും ചെയ്യാതെ അങ്ങനെയുള്ള പാപത്തിന് മാപ്പ് കൊടുത്ത് ഒതുങ്ങിക്കഴിയുകയായിരുന്നു. അനുരഞ്ജനം. എന്തിന് മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടണം എന്നുള്ള നല്ല പിള്ള ചമയൽ. അവർ അനുരഞ്ജനപ്പെട്ടു. അതാണ് അവർക്ക് ചെയ്യാമായിരുന്നതിലേക്കും മോശമായ സംഗതി. കണ്ണടച്ചിരുട്ടാക്കുക എന്ന് കേട്ടിട്ടില്ലേ? എങ്ങനെങ്കിലും 4 ആളെ സഭയിൽ നിർത്തുവാൻ ഏത് നീചനെയും ദുഷ്ടനെയും കൂട്ടുപിടിക്കുന്ന ദുഷ്പ്രവണത. ഞാൻ ഇനിയും പറയുന്നത് ഒരു പ്രത്യക്ഷ പ്രമാണമായി നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. ശുദ്ധമായ ഒരു സഭ ശക്തമായ ഒരു സഭയായിരിക്കും. അശുദ്ധമായ ഒരു സഭ തളർവാദം പിടിച്ചതുപോലെ ശക്തിഹീനമായിരിക്കും. വീണ്ടും പറയട്ടെ, വിശുദ്ധമായൊരു സഭ ശക്തമായൊരു സഭയായിരിക്കും. അശുദ്ധമായൊരു സഭ തളർവാദം പിടിച്ചതുപോലെ ശക്തിഹീനമായിരിക്കും. ഈ കാരണത്താലാണ് നാം ഇന്ന് കാണുന്ന പല സംഘടനകളെയും സഭ എന്ന പേരിൽ പറയുവാൻ മടിക്കുന്നത്. ദൈവവചനം വ്യക്തമായും പാപമെന്ന് പറയുന്നതായ കാര്യങ്ങളിൽ നിരന്തരമായി ജീവിക്കുന്നവർ അംഗങ്ങളായിരിക്കുന്ന നേതൃത്വം വഹിക്കുന്ന സംഘടനകളെ സഭ എന്ന് പറയുവാൻ സാധ്യമല്ല. സന്ദിഗ്ധമായ പാപങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. മദ്യപാനികൾ നിങ്ങളുടെ സഭയിൽ അംഗങ്ങളായിരിക്കെ അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാതെ അവരെ ചേർത്ത് കൊണ്ടുപോകുന്ന മനോഭാവമാകുന്നു എങ്കിൽ നിങ്ങൾ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടാണ് പോകുന്നത്. വ്യഭിചാരികൾ നിങ്ങളുടെ സഭയിൽ അംഗങ്ങളായിരിക്കെ അവരെ ചോദ്യം ചെയ്ത് തിരുത്താതെ അവരുടെ കയ്യിൽ നിന്നുള്ള ആദായം നോക്കി അംഗങ്ങളാക്കി തുടരുന്നത് തെറ്റാണ്. ബ്ലേഡ് കമ്പനി നടത്തുന്നവനെയും അളവിലും തൂക്കത്തിലുമെല്ലാം വെട്ടിപ്പ് കാണിക്കുകയും മായം ചേർത്ത് കച്ചവടം നടത്തുന്നവനെയും കൈക്കൂലി വാങ്ങുകയും കൊടുക്കുകയും മന്ത്രവാദികളുടെ പിൻപേ പോകുന്നവനെയും എല്ലാം വേർപെട്ട സഭകളിൽ പോലും അംഗീകരിച്ചു പോരുന്ന ഇന്നത്തെ പ്രവണത, അതെ, സഭ എത്രമാത്രം ദുഷിച്ചിരിക്കുന്നു എന്നത്രേ കാണിക്കുന്നത്. ഏതെങ്കിലും ഒരു തെറ്റിന് ഒരു സഭയിൽ നിന്നും ശിക്ഷണ നടപടിയാൽ മുടക്ക് ലഭിച്ചവനെ 2 കൈയും നീട്ടി സ്വീകരിക്കുവാൻ കാത്തിരിക്കുന്ന 10 സഭകൾ ചുറ്റുമുണ്ടെന്നുള്ളതാണ് ഇന്നത്തെ പരാജയം. അനുദപിക്കുവാൻ മനസ്സുള്ളവന് ക്ഷമ ചോദിച്ച് ആയിരിക്കുന്ന സഭയിൽ നിന്നാൽ പോരെ. എന്നാൽ എത്രമാത്രം നികൃഷ്ടമായ പ്രവൃത്തിയാകുന്നു പലപ്പോഴും കാണുന്നത്. 5-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു, ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെക്കുറിച്ച് നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിക്കണമെന്ന് വിധിച്ചിരിക്കുന്നു. പൗലോസ് അവരോട് പറയുന്നത്, അവർ ഒരുമിച്ച് കൂടിയിട്ട് ഈ സഹോദരൻ തൻ്റെ പാപം ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അവർ അവനെ സാത്താൻ ഏൽപ്പിക്കണമെന്നത്രേ. അതൊരു വലിയ പ്രസ്താവനയാണ്. അവൻ വാസ്തവത്തിൽ അങ്ങനെ അർത്ഥമാക്കുന്നുണ്ടോ? അതെ, അവൻ അങ്ങനെ പറഞ്ഞു. വാസ്തവത്തിൽ അവൻ അതാണ് അർത്ഥമാക്കുന്നത്. ഇതത്ര ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. ഇയ്യോബിനെ സാത്താൻ്റെ കൈകളിൽ ഏൽപ്പിച്ച കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സാത്താൻ ദൈവത്തിൻ്റെ അടുത്ത് വന്ന് പരാതിപ്പെട്ടത് എന്തെന്നാൽ ഇയ്യോബിനെ തൊടുവാൻ ദൈവം സാത്താനെ അനുവദിക്കുന്നില്ല എന്നത്രേ. അവൻ ദൈവത്തോട് പറഞ്ഞത് എന്തെന്നാൽ, ഇയ്യോബ് എത്ര നല്ലൊരു വ്യക്തിയാകുന്നു എന്ന് നീ എന്നോട് പറയുന്നു. ഒരുത്തനെ തൊടാൻ അനുവദിക്കാതെ അവൻ നല്ലവനാണെന്ന് പറഞ്ഞാൽ അതിലെന്താണ് അർത്ഥം? ദൈവമേ, അവനെ ഒന്ന് തൊടുവാൻ നീ എന്നെ ഒന്ന് അനുവദിക്കുക. അപ്പോൾ ഞാൻ പറയാം, ഇയ്യോബ് നിന്നോട് എത്രമാത്രം കൂറുള്ളവനാകുന്നു, സത്യസന്ധനാകുന്നു എന്ന്. ദൈവമേ, അവൻ നിൻ്റെ മുഖത്ത് നോക്കി നിന്നെ ശപിക്കുവാൻ ഉള്ള കാര്യം ഞാൻ ഉണ്ടാക്കാം. ഇതൊക്കെ അവൻ ധനവാനായിരിക്കുന്നതിനാൽ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും ഉള്ളതിനാൽ മിണ്ടാത്തതല്ലേ? അങ്ങനെ ദൈവം സാത്താൻ അനുവാദം നൽകുന്നു. ഇയ്യോബിനുള്ളവയെ
മാത്രമേ തൊടുവാൻ ദൈവം അവനെ അനുവദിച്ചുള്ളൂ. ഇയ്യോബിൻ്റെ ജീവനെ തൊടുവാൻ അനുവദിച്ചില്ല. ഈ വിഷയത്തിൽ നമുക്കൊരു വലിയ ആശ്വാസമുണ്ട്. ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ ഒരു ദൈവപൈതലിനെ സാത്താന് തൊടുവാൻ സാധ്യമല്ല. നാം പലപ്പോഴും പിറുപിറുക്കുകയും ദൈവത്തെ നിന്ദിക്കുകയും ചെയ്തത് ദൈവം കൈവിട്ടു എന്ന ചിന്ത കൊണ്ടല്ലേ? അങ്ങനെ നിരാശപ്പെടരുത്. ദൈവം അഥവാ ഒരു ദൈവപൈതലിനെ കഷ്ടത്തിലൂടെ പോകുവാൻ അനുവദിച്ചാൽ അതിന് തക്കതായൊരു കാരണമുണ്ടായിരിക്കും. അവൻ ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം നന്മയ്ക്ക് മാത്രമാണെന്ന് മറന്നു പോകരുത്. അതെ, തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നാം ഒരു ഉദാഹരണം കാണുന്നുണ്ട്. ഹുമനയോസും അലക്സണ്ടറും ഈ കൂട്ടത്തിലുള്ളവർ ആകുന്നു. അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. ഈ 2 മനുഷ്യർ ആത്മികരെന്ന് അഭിമാനിക്കുന്നവർ ആയിരുന്നു. എന്നാൽ അവർ ദൈവദൂഷണം പറയുന്നുണ്ടായിരുന്നു. പൗലോസ് പറയുന്നു അവൻ അവരെ സാത്താനെ ഏൽപ്പിച്ചു എന്ന്. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ള ആ പ്രത്യേക ഒരു പാഠമുണ്ട്. നമ്മുടെ വികാരങ്ങളും നമ്മുടെ തോന്നലുകളും ഉൾപ്പെടുന്ന ഒരു അപകടമുണ്ട്. മതഭ്രാന്തിൻ്റേതായ അമിതാവേശത്തിൻ്റെ അപകടവും കാണുവാൻ സാധിക്കും. എന്നാൽ ഇന്ന് നമ്മുടെ സഭകളിൽ ക്രിസ്തുവിൻ്റെ വിഷയത്തിന് ക്ഷതം സംഭവിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി നിലകൊള്ളുന്ന ആളുകളുണ്ട്. വളരെയേറെ വിവേചനാശക്തി ഉണ്ടെങ്കിലേ അവരെ തിരിച്ചറിയുവാൻ സാധിക്കൂ. അതുകൊണ്ട് സൂക്ഷിക്കണം, അപകടത്തിൽ ചാടരുത്. അങ്ങനെയുള്ളവരെ സാത്താൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുവാനുള്ള അവകാശം നമുക്കുണ്ട് എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരത്തെ ദുഷിപ്പിക്കുന്ന വിധത്തിൽ അവർ പ്രവർത്തിക്കാതിരിക്കുവാൻ സാത്താൻ കൈകാര്യം ചെയ്യുമെന്ന് ചുരുക്കം. ചിലർ എത്ര വലിയ ദോഷമാണ് ചെയ്യുന്നതെന്നറിയാമോ? ചിലരെ ദൈവം സാത്താൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാത്താൻ അവർക്ക് നല്ല ഒരു ചികിത്സ തന്നെ കൊടുക്കാതിരിക്കില്ല. അവർ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ ഈ സ്ഥിതി അവരെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരും. അല്ലെങ്കിൽ അവർ യഥാർത്ഥ വിശ്വാസികളല്ല എന്ന സത്യം വെളിപ്പെടും. യൂദായുടെയും പത്രോസിൻ്റെയും അവസ്ഥ അതാണ് തെളിയിക്കുന്നത്. അവർ ദൈവമക്കളാകുന്നു എങ്കിൽ അവർ വ്യക്തമായും വെളിയിൽ വരും. ശുദ്ധമായി അവർ ദൈവത്തിനു വേണ്ടി വെളിയിൽ വരും. അതുകൊണ്ട് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനുള്ള അവകാശം നമുക്കുണ്ടെന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ദൈവമക്കൾ ശരിയായ വഴി വിട്ടുപോകുമ്പോൾ മാത്രമേ ഇങ്ങനെ പ്രാർത്ഥിക്കാവൂ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർ ഒരിക്കലും ശരിയാകില്ല. അല്ല, അവർ സാത്താൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കേണ്ടതില്ല. അവർ ദൈവത്തിൻ്റെ കൈകളിൽ ആയിട്ടില്ലല്ലോ. അതല്ലേ പരമാർത്ഥം. ഇവിടെ ഈ പറയുന്നത് ശക്തമായ മരുന്നാണല്ലോ. ജഡീകരായ കൊരിന്ത്യർക്ക് ഇത് ശക്തമായി തന്നെ നൽകപ്പെട്ടു. ശരീരം കൊണ്ട് അവരോടൊപ്പം ആയിരിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിലും ആത്മാവ് കൊണ്ട് അവരോടൊപ്പം ആകുന്നു എന്ന് പൗലോസ് എഴുതുന്നു. അവൻ്റെ അഭിപ്രായം അവൻ അറിയിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. 6-ാം വാക്യത്തിൽ നിങ്ങളുടെ പ്രശംസ നന്നല്ല, അസാരം പുളിമാവ് പിണ്ണത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്നറിയുന്നില്ലയോ എന്നെഴുതിയിരിക്കുന്നു. കൊരിന്തിലെ സഭ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെന്ന് താങ്കൾക്കറിയാമോ? അതെ, നാം ഇന്ന് കാണുന്ന ഒരു കാര്യം തന്നെ. തങ്ങളുടെ സ്വന്തം സഭയിലെ വലിയ പാപത്തിന് നേരെ അവർ കണ്ണടയ്ക്കുമ്പോൾ തന്നെ അവരുടെ മറ്റുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് പുകഴുകയാണ്. എന്തൊരു വീരവാദമാണ് പറയുന്നതെന്നറിയാമോ? അവർ പ്രശംസിക്കുകയായിരുന്നു. തങ്ങളുടെ ചെലവിൽ അയച്ചിരിക്കുന്ന സുവിശേഷകരെക്കുറിച്ചു അവർ പറയുന്നു. വചനാനുസരണം പോകുന്നു എന്നത് അവർ പറയുന്നു. ആത്മാക്കളെ നേടുന്നു എന്നത് അവർ വലിയ വിഷയമായി പറയുന്നു. ഇതൊക്കെ അവരുടെ പ്രശംസാ വിഷയമായിരുന്നു. എന്തൊരു കപടഭക്തി അല്ലേ! ക്രിസ്തീയ പ്രവർത്തനത്തിൽ വ്യാപൃതരായിരുന്നാൽ തങ്ങളുടെ അനേകമായ പാപങ്ങളെ മറയ്ക്കാമെന്ന് അനേകരും ചിന്തിക്കുന്നു. സുവിശേഷ വേലയ്ക്കായി അധികം കൊടുക്കുമെന്നുണ്ടെങ്കിൽ തങ്ങളുടെ തെറ്റിനെ ആരും ഗവനിക്കില്ല, ദൈവം പോലും കണ്ണടയ്ക്കുമെന്ന് ചിന്തിക്കുന്ന മനോഭാവം ഇന്ന് അനേകർക്കും പറ്റിയിരിക്കുന്ന ഒരു അമളി ഇതുതന്നെയാണ്. തങ്ങളുടെ പാപത്തെ മറയ്ക്കുവാൻ അവർ കൂടുതൽ ദൈവവേല ചെയ്യുന്നു. പൗലോസ് പറയുന്നു അവരുടെ പ്രശംസ ശരിയല്ല എന്ന്. അല്പം പുളിമാവ് മാവ് മുഴുവൻ പുളിപ്പിക്കുമെന്ന് അവർ അറിയുന്നില്ല. പുളിപ്പ് ഒരിക്കലും സുവിശേഷത്തിൻ്റെ പ്രതീകമല്ല എന്നോർക്കണം. അതെപ്പോഴും തിന്മയുടെ പ്രമാണമായിട്ടാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തിലും ഇത് ദുഷ്ടതയാണ് പ്രതിനിധീകരിക്കുന്നത്. സ്വല്പം പുളിമാവിന് കുറേ അധികം മാവിനെ പുളിപ്പിക്കാൻ കഴിയുമെങ്കിൽ വളരെ ഗുരുതരമായ ഈ അസാൻമാർഗിക നടപടിയും അതിനെ ഘനമില്ലാതെ വീക്ഷിക്കുന്നതും സഭയെ എത്രയധികം അധപ്പതിപ്പിക്കും. തെറ്റിനോടുള്ള അവഗണന അതിൽ പങ്കുചേരുന്നതിന് തുല്യമാണ്. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. പുളിപ്പ് അല്ലെങ്കിൽ ഈസ്റ്റ് റൊട്ടിയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്?
അത് കുഴച്ച മാവിൽ ചേർത്ത് വെക്കുക. എന്നിട്ട് അല്പം ചൂടുള്ള സ്ഥലത്ത് വെക്കാമെന്നുണ്ടെങ്കിൽ റൊട്ടി പൊങ്ങി വരുന്നതായി കാണാം. അത് ഒരു നിർദ്ദിഷ്ട രൂപത്തിൽ പൊങ്ങിക്കഴിയുമ്പോൾ ആ റൊട്ടി ഒരു ചൂളയിൽ വെക്കുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? പുളിക്കുന്ന ആ അവസ്ഥ തുടരാതിരിക്കുവാൻ. ഈ പറഞ്ഞതുപോലെ റൊട്ടി ചൂളയിൽ വെക്കുന്നില്ല എങ്കിൽ റൊട്ടി പുളിച്ചു പൊങ്ങി പോകും. ഒടുവിലായി ആ റൊട്ടി മുഴുവൻ നാശമാകും. സഭയിൽ ദുഷ്ടത പ്രവേശിച്ചാലും തക്ക സമയത്ത് അതിനെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ സംഭവിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ആയിരിക്കും. ഒടുവിൽ സകലവും പൊങ്ങി സഭയുടെ പ്രയോജനത്തെ ഇല്ലാതാക്കും. അല്പം പുളിപ്പ് മുഴുവൻ പുളിപ്പിക്കും. അതുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്, നീക്കിക്കളയണം എന്നാണ് പറയുന്നത്. പഴയ നിയമത്തിൽ പെസഹ പെരുന്നാളിൻ്റെ തൊട്ടു പിന്നാലെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുമായിരുന്നു. പൗലോസ് ഇവിടെ പറയുന്നു, നമ്മുടെ യഥാർത്ഥ പെസഹ കുഞ്ഞാടായ ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായിരിക്കുന്നുവെന്ന്. അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ജീവിതങ്ങൾ പുളിപ്പിൽ നിന്നും വിടുതൽ പ്രാപിക്കേണ്ടതുണ്ട്. അതായത് പുളിച്ച മാവ് നീക്കേണ്ടതുണ്ട്, ദുഷ്ടത അകറ്റേണ്ടതുണ്ട്. അതിനു പകരം കൊരിന്തിയിലെ ഈ സഭ പുളിപ്പിനെ അനുഗമിക്കുകയായിരുന്നു. അതെ, ദുഷ്ടതയെ പിന്തുടരുകയായിരുന്നു. പുളിപ്പ് തങ്ങളുടെ സഭയിൽ പ്രവേശിക്കുവാൻ അവർ അനുവദിച്ചു. ക്രിസ്തുവിൻ്റെ മരണത്തെയും ക്രൂശീകരണത്തെയും കുറിച്ച് വളരെയേറെ സംസാരിച്ചിരുന്നവരാണ്. എന്നാൽ ദുഷ്ടത തങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. കൊരിന്ത്യ സഭയിലെ ദുഷ്ടത പൗലോസ് അവർക്ക് വെളിവാക്കി കൊടുത്തു. എങ്കിലും അത് നീക്കിക്കളവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. ദൈവവചനം അത് നമ്മോട് സംസാരിക്കുമ്പോൾ നാം അത് അനുസരിക്കുവാൻ തയ്യാറാകണം. ഇന്നും ദൈവം നമ്മോട് സംസാരിച്ചത് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ കേട്ടുമറക്കരുത്. അത് പ്രാവർത്തികമാക്കുമ്പോൾ അത് വലിയ അനുഗ്രഹമാകും. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവ സാന്നിധ്യം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ.